ഹലോ. പിന്നെ ഞാനാ വിളിച്ചിനു. ഓല് പറഞ്ഞ് 4-5 ഉറുപ്പ്യന്റെ റൗണ്ട് വരും. ആ അതൊന്ന് പോയി സെറ്റാക്കിട്ടോ. എനിക്കറിയാലോ, കഴിഞ്ഞ പ്രാവശ്യത്തെ നമ്മളെ കയ്യിൽ നിന്ന് പോയതാ. ഏ ആ ഓ, ഞാനിപ്പോ വരാം. ഓക്കെ ഓക്കെ. റാഫി എന്താണോ അങ്ങോട്ട് വാ. ആ അങ്ങോട്ട് വാ. എന്തായി? അല്ല റാഫി, ഇനി ബാങ്കായിട്ട് എന്തോ ഇടപാടുണ്ടോ? ആ ചെറുതായിട്ടൊക്കെ ഉണ്ട്. അതെന്തെങ്കിലും ചോദിക്കാൻ കാരണം? എന്നാൽ എന്നെ നോക്കി ബാങ്കുകാരൻ എന്റെ വീട്ടിലേക്ക് പോയില്ല. അള്ളാ പഠിച്ചോനെ, ഒരു 3 അടവ് തെറ്റിക്ക്. എന്നാ പോലെ നോട്ടീസ് തെറ്റിയേക്കും വന്നത്. എങ്ങോട്ടാ രാവിലെ തന്നെ ഒരു യാത്ര? ഒരു സ്ഥലക്കച്ചവടത്തിന്റെ പറഞ്ഞിട്ടുണ്ടേ. പാർട്ടി കൊടുവള്ളിയാ. കട അങ്ങോട്ട് പോയിട്ടുണ്ട്. അപ്പൊ ഞാനൊന്ന് അങ്ങോട്ട് പോവാ. എന്താണ് പരിപാടി? ഉഷാറായി നടക്കുന്നുണ്ടല്ലോ അല്ലേ? അൽഹംദുലില്ലാ, കുഴപ്പമില്ല, അങ്ങനെ പോകുന്നുണ്ട് ഉഷാറായിട്ട്. പൊതുവേ ഇപ്പോ ഈ റിയൽ എസ്റ്റേറ്റ് ഒക്കെ കുറച്ച് ഡള്ളാണ്. എന്നറിയാം, എന്റെ ഭാഗ്യം കൊണ്ട് എനിക്ക് അങ്ങനെ കിട്ടുന്നത്. കടല്ല. ശ്രദ്ധിച്ചേ, ആ ഒരു മിനിറ്റ്, ഒരു കാര്യം പറയട്ടെ. എന്തായാ എന്തോ പൈസ ഉണ്ടോ തൽക്കാലം തിരിമറിയാൻ? പൈസ ഇപ്പോ ഒന്നും ഇല്ലല്ലോടോ. എന്താ ഇപ്പൊ ഇത്ര അത്യാവശ്യം? അത് ബാങ്കിൽ ലോൺ ഉണ്ടായിരുന്നു. ഒരു 3-4 തെറ്റിക്ക്. അപ്പൊ നോട്ടീസ് വന്നിട്ട് കുറച്ചെന്തെങ്കിലും കൊണ്ട് അടിക്കാൻ പറഞ്ഞത് നല്ല പ്രശ്ന. അത് ശരി. ഇതിപ്പോ ഞാനൊരു കാര്യം ചെയ്യട്ടെ. എന്റെ കയ്യിൽ പോയാലും ഒന്നും ഇല്ല. ഞാന് നോക്കാം, തിരിമറിയാനാവും നോക്കട്ടെ. കുറച്ചെങ്കിലും എന്തെങ്കിലും ആക്കാൻ പറ്റുമോ നോക്കാം. ആയിക്കോട്ടെ, നിങ്ങൾ നോക്ക്. ഇത് റെഡി ആണെങ്കിൽ വിളിക്കോ. ആയിക്കോട്ടെ. അവനിപ്പോ പൈസ വായ്പ തന്നാലേ? അവനെന്തോ ബാങ്കിന്റെ എന്തോ ലോൺ എന്തോ ഉണ്ടല്ലേ. അപ്പൊ അത് അടവ് തെറ്റിയിട്ടേ എന്റെ അടുത്ത് തൽക്കാലം എന്തോ റോൾ ചെയ്യാണ്ടോ നോക്കാൻ വേണ്ടി വന്നതാണ്. ഇവനൊന്നും ഇപ്പോൾ ഈ വായ്പ വാങ്ങി നടക്കുന്ന പരിപാടി നിർത്തിയിട്ടില്ല. സലീമേ, ഇനി ഒരിക്കലും അങ്ങനെ പറയരുത്. ഏകദേശം ഒരു 2-3 കൊല്ലം മുമ്പുള്ള എൻ്റെ അവസ്ഥ അതിങ്ങി മറന്നു വയ്ക്കെങ്കിലേ ഞാൻ ഒന്ന് ഓർമ്മാക്കി തരാം. എടോ, നീ ഡെള്ളായിട്ടിരിക്കല്ലേ, ഒന്ന് ഉഷാറാകെ. ഞാനങ്ങനെ ഡെള്ളാണ്ടിരിക്കുക. പിസക്കൊന്നും 1.5 ലക്ഷം റുപ്യ കൊടുത്തു. അതും പോയ മട്ട. അല്ലേ, അപ്പൊ ആ വിസന്റെ പൈസയും പോയോ? നീ ഓരെ വിളിച്ചൊന്നും നോക്കിയില്ല? ഓരെ വിളിച്ചിട്ട് ഒരു അഡ്രസ്സും ഇല്ലേ. ഞാൻ കുറെ വിളിച്ചു നോക്കി. പിന്നാണെങ്കിൽ അവിടുന്ന് ഇവിടുന്നൊക്കെ കടം വാങ്ങിയിട്ടാണ് ഈ പൈസ കൊടുത്തത്. അവരൊക്കെ വന്ന് അന്വേഷിച്ചോണ്ടിരിക്കുക. ഇതെല്ലാം കൂടി ഞാൻ നാട് വിട്ടാലോ എന്നിങ്ങനെ. നാട് വിട്ടു പോകുന്നൊന്നും ഇപ്പോൾ ഒരു സൊല്യൂഷൻ അല്ലല്ലോ. ഒരു കാര്യം ചെയ്യാം, തൽക്കാലം എൻ്റെ ഉമ്മൻ്റെ അടുത്ത് ചെറിയൊരു ചെയ്യുന്നുണ്ട്. ഞാൻ ഉമ്മനോട് ചോദിച്ചു നോക്കട്ടെ. അത് കിട്ടുകയാണെങ്കിൽ തൽക്കാലം കുറച്ച് ആൾക്കാരൊക്കെ എനിക്ക് സമാധാനപ്പെടുത്താൻ പറ്റും. അങ്ങനെ കിട്ടുകയാണെങ്കിൽ എനിക്ക് വലിയൊരു ഉപകാരമായി. ആൾക്കാരെ മുന്നേ കുറച്ച് തന്നെ പിടിച്ചേക്കാൻ പറ്റും. ടെൻഷനാവില്ല. ഇങ്ങനൊക്കെ അല്ലേ നമ്മൾ ഓരോ വഴി കാണരുത്. അല്ല, നിങ്ങൾ എന്തിനാ എന്നെ കാണുമെന്ന് പറഞ്ഞേ? ഇനി ബുദ്ധിമുട്ടിലാണെന്ന് ഞാൻ അറിഞ്ഞത്. ഞാനൊരു കാര്യം ഏൽപ്പിച്ചാൽ എനിക്ക് ചെയ്യാൻ പറ്റുമോ? ഓ, എനിക്ക് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഞാൻ ചെയ്യാം. ഒന്നുമില്ല, ചെറിയൊരു ഗോൾഡിന്റെ പരിപാടിയാണ്. ഞാൻ പറയുന്ന സ്ഥലത്ത് ഇനി എത്തിച്ചു കൊടുക്കുക. അതിന്റെ ഫായ്ദ എനിക്ക് ഉണ്ടാവുകയും ചെയ്യും. ഗോൾഡ് ആണേ ഗോൾഡ്. എനിക്ക് എന്തെങ്കിലും ആക്കി കുറച്ച് പൈസ ഉണ്ടാക്കണം.
അല്ലാണ്ട് എനിക്ക് പിടിച്ചേക്കാൻ പറ്റൂല. കുഴപ്പമൊന്നുമില്ല, നീ ശ്രദ്ധിച്ചാൽ മതി. ഇത് അത്ര വലിയ റിസ്ക് ഉള്ള കാര്യമൊന്നുമല്ല. റിസ്ക് തന്നെയാണ് സലീമേ, ഞാൻ പറയും പോലല്ല, ഇതിൽ ഒരുപാട് റിസ്ക് ആണത്. റിസ്ക് എടുക്കാണ്ട് വേറെ വഴിയില്ല. എന്റെ കാര്യങ്ങളൊക്കെ എനിക്കറിയാലോ. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഇനി എന്തെങ്കിലും അബദ്ധത്തിൽ ചെന്ന് ആടിയിട്ട് എന്നോട് പറയരുത്. നീ പറയും പോലെ അല്ലല്ലോ, ഇതിലൊക്കെ വേറെ ചില കളികൾ ഞാൻ കാണും. നീ അതൊക്കെ മറന്നു വയ്ക്കെങ്കിലോ ഞാനതൊന്നും മറന്നില്ല. ഈ 2-3 കൊല്ലം കൊണ്ടേ ഇന്നത്തെ ഈ നിലയിലേക്ക് നീ എങ്ങനെ എത്തിയെന്നുള്ളത് നാട്ടുകാർക്ക് ഓർമ്മയില്ലെങ്കിലും എനിക്കും അറിയാലോ നല്ലോണം. സലീമേ, നമ്മളെ ഒരിക്കലും കടന്നു വന്ന വഴി മറക്കരുത്, മനസ്സിലായോ?